നമ്മളിന്ന് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചേന നടുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ചേന പലതരത്തിൽ നടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ ചേന നടാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ചേന മുളച്ച് പോയി, കാരണം ഇത് കുറച്ച് ലേറ്റ് ആയിപ്പോയി, നടാൻ വിട്ടുപോയ ചേനയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബാക്കി ചേനകളൊക്കെ ഇപ്പോൾ വളർന്നു, അതും കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ചേന നടാൻ നോക്കാം. അപ്പോൾ ഇത്രയും വലിയൊരു പീസ് ചേന നടാൻ വേണ്ടി എടുക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു കാൽ ഭാഗം മതിയാവും നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണാതെ പോയതുകൊണ്ട് ഇപ്പോൾ ഇത്രയും മുളച്ച് വന്നു പോയി. അല്ലെങ്കിൽ നമുക്കിത് മുറിച്ചിട്ട് നടായിരുന്നു. ഇപ്പോൾ ഇത്രയും വേര് വന്നതുകൊണ്ട് ഇത് ഞാൻ മുറിക്കുന്നില്ല. ഇത് വേണമെങ്കിൽ നമുക്കൊരു 3 പീസാക്കാം. നമ്മൾ എടുക്കുന്ന ഒരു പീസ് 150 ഗ്രാം എങ്കിലും ഉണ്ടാവണം. കുറഞ്ഞത് ഒരു 100-150 ഗ്രാമുള്ളൊരു പീസ് നടുന്നതാണ് ചേന കൃഷിക്ക് നല്ലത്. വലിയ പീസ് നടുമ്പോൾ വലിയ ചേന കിട്ടും എന്നൊന്നുമില്ല. നമ്മൾ എത്ര ചെറുതെടുക്കുന്നോ അത്രയും നമ്മുടെ ചിലവ് കുറയും. നമ്മൾ ചേന നടുന്നതിന് മുൻപായിട്ട് ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് 1 കപ്പ് ചാരമിട്ട് കലർത്തി ഈ വെള്ളത്തിൽ എല്ലാ ചേന കഷ്ണങ്ങളും ഒന്ന് മുക്കിയെടുത്ത് തണലത്ത് വെച്ച് ഒരു 5 ദിവസമെങ്കിലും ഉണക്കിയ ശേഷമാണ് നട്ടു കൊടുക്കേണ്ടത്. പച്ചച്ചാണകം കിട്ടുമെങ്കിൽ അത് നേർപ്പിച്ച് അതിനകത്ത് മുക്കി ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചേന നട്ടു കൊടുക്കുന്നത്. നമ്മൾ നടാൻ വലിയ കുഴി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേന മുകളിൽ നട്ടാലും ഉണ്ടാവും. ചേന നടാൻ ഉദ്ദേശിക്കുന്ന മണ്ണിൽ കുമ്മായം ഇട്ട് അതിൻ്റെ pH കറക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ഏത് കൃഷി ചെയ്യുമ്പോഴും, എത്ര ഈസി ആയിട്ടുള്ള കൃഷി ചെയ്യുമ്പോഴും കുമ്മായം ഇട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അതിനുശേഷം നമ്മളിത് ഈ കുഴിയിലേക്ക് 14 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നട്ടു കൊടുക്കാൻ പാടുള്ളൂ. ഇതിന് പകരം നമുക്ക് ഡോളോമൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ചാരം ഇട്ടു, അതിന് പുറത്തേക്ക് കുറേ കരിയിലകൾ, നമ്മൾ തൂത്ത് വാരി കളയുന്ന കരിയിലകൾ ഇട്ട് കൊടുക്കുക. ഈ കരിയിലകൾക്ക് മുകളിൽ കുറച്ച് പച്ച പുല്ലുകൾ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ശീമക്കൊന്നയുടെ ഇലയാണ്. ഇവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കരിയിലകൾ കമ്പോസ്റ്റായിട്ട് മാറുകയും നമ്മൾ നട്ടു കൊടുക്കുന്ന ചെടിക്ക് പെട്ടെന്ന് തന്നെ അത് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പോൾ കരിയിലകൾക്ക് മുകളിലായിട്ട് പച്ചിലകൾ ഇതുപോലെ വിതറി കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ഒരു ലെയറായിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കുക. ഞാനിവിടെ കോഴിവളം കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ വളമായിട്ട് അത് മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതും ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതാണുള്ള ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിന് മുകളിലേക്ക് വെറും മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ചേന നട്ട് കൊടുക്കാവുന്നതാണ്. ചേനയുടെ മുകളിൽ ഇതുപോലെ വേരുകൾ മുകൾ തട്ടിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇനി പിന്നീട് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ തന്നെ മതിയാവും ചേനയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അടിവളമൊന്നും ഇല്ലെങ്കിലും നമ്മൾ മുകളിലേക്ക് വളം ഇട്ട് കൊടുക്കുമ്പോൾ ചേന നല്ല രീതിയിൽ വളരും. ചേന ഇതുപോലെ ഒന്ന് മണ്ണിട്ട് മൂടിക്കൊടുത്ത ശേഷം മുകളിൽ കരിയിലകളും പച്ചിലകളും ഒക്കെ ഒന്ന് പുതയിട്ട് കൊടുക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ഈ ഒരു കരിയിലകളും പച്ചിലകളും തന്നെ നല്ല രീതിയിൽ വളമായിട്ട് മാറും. ഇനി ഇത് വളർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വളം ചെയ്ത് കൊടുക്കാം. കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, അങ്ങനെ എന്താണോ നമ്മുടെ കയ്യിൽ നമുക്ക് എളുപ്പത്തിൽ വില കുറഞ്ഞ് നമുക്ക് കിട്ടുന്നത് അതിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ വളങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ ഈ ചേന നടുന്ന സമയത്ത് തന്നെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകൾ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെക്കുകയും അതിന് മുകളിലേക്ക് ഏതെങ്കിലും ഒരു വേസ്റ്റ് ഡീകമ്പോസർ ഇട്ട് കൊടുത്ത് നമ്മൾക്കിതിനെ നല്ലൊരു ജൈവ വളമാക്കി മാറ്റാൻ പറ്റും, കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും. ഈ ഒരു കമ്പോസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ജൈവ കമ്പോസ്റ്റാണത്. ഇനി ഗ്രോ ബാഗിനകത്താണ് നട്ടു കൊടുക്കുന്നതെങ്കിലും നമുക്ക് ഇതുപോലെ കരിയിലകളും പച്ചിലകളും നിറച്ച ശേഷം അതിന് മുകളിൽ മണ്ണ് വിതറിക്കൊടുത്ത് ചേന ഇതേപോലെ തന്നെ നട്ടു കൊടുക്കാവുന്നതാണ്. മലയാളത്തിൽ കുംഭമാസത്തിൽ നട്ടാലാണ് ചേന നല്ലപോലെ വിളവ് തരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് നട്ടിട്ടുള്ളത് കുംഭമാസത്തിലല്ല, എങ്കിലും നമുക്ക് ആവശ്യത്തിന് വിളവ് കിട്ടാറുണ്ട്. ചേനയ്ക്ക് ചുറ്റും നിന്നും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ വരികയാണെങ്കിൽ നമ്മൾ ആ മെയിൻ ആയിട്ടുള്ള ചേനയെ അവിടെ നിർത്തിയിട്ട് അതിന് ചുറ്റും നിന്നും വന്ന ഇതുപോലുള്ള ചെറിയ ചേനകളെ മുറിച്ചെടുക്കണം. ഇങ്ങനെ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചേനയിൽ നിന്ന് നമുക്ക് വലിയ വിളവ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ വരുന്ന സൈഡിലുള്ള എല്ലാ ചെറിയ ചേനകളെയും പറിച്ചെടുക്കണം. പ്രധാനപ്പെട്ട ചേനയുടെ ചുറ്റും നിന്നും വളർന്നു വരുന്ന ചെറിയ ചെറിയ ചേന തൈകളെ നമുക്ക് മുറിച്ചെടുത്ത് തോരൻ വെക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചേന കൃഷി രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്